ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ നടക്കുന്നതെന്നുള്ള എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഡെയിലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ സെറ്റ്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, എഴുന്നേക്കാം. എൻ്റെ അടുത്ത് തന്നെ ഒരു ബുക്ക് ഉണ്ടാവും, പിന്നെ വേറെ ഒന്നുമില്ല, മൈക്ക്, പിന്നെ ഫോണാണ്. രാവിലെ എഴുന്നേറ്റാൽ പെട്ടെന്ന് തന്നെ നോക്കുക. പിന്നെ എന്താ, മൈക്കിൻ്റെ പെട്ടി, പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ, അത്രയേ ഉള്ളൂ. പിന്നെ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡെയിലി എന്തെല്ലാം നടക്കുന്നതെല്ലാം കാണിക്കണം. അമ്മ ഓടിക്കളിയും ഇങ്ങനെ ലുക്കില്ലാണ്ട് അമ്മ എടുക്കാൻ സമ്മതിക്കൂല. പിന്നെന്തെന്നാ ചായക്ക് നിന്ന് ആദ്യം നോക്കാം. നമുക്ക് ചായലെടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പുട്ടാണ്, പുട്ടും കടലക്കറിയും. ഓക്കെ, അപ്പോൾ ചായ കൂടി കുടിക്കട്ടെ, പല്ലേക്കട്ടെ. ഓക്കെ, ബാക്കി പരിപാടിയെല്ലാം കഴിച്ചിട്ട് സെറ്റ്. അപ്പോൾ എന്താ കാണാം വരുന്നേ. അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും. ഓക്കെ, ഇപ്പോൾ കാണാം. വേണം, എൻ്റെ മസിലെല്ലാം കുറച്ച് കണ്ടോ? അതുകൊണ്ടോ ജിമ്മിന് പോലും പോവാതെയാണ് കണ്ടോ. നിങ്ങൾ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ജിമ്മിന് പോലും പോവാണ്ട് ഇങ്ങനെ ഇത്ര ബോഡി ഉണ്ട്. നോക്കി അതുപോലെ കട്ടിങ്സ്. അമ്മേൻ്റെ ഉണ്ടയാണിത്. ഇത് കാണിച്ചാൽ നിങ്ങൾ കിട്ടിയത്. പക്ഷെ ഉണ്ട ഇങ്ങനെയല്ലേ വേണ്ട, ഇടിച്ചോണ്ട് നിൽക്കുമ്പോൾ ഈ ഒരു ഇതേനും വേണ്ടിയ. നോക്കാം, ഉണ്ടയിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ വർക്കിന് പോകുന്നതാണ്. ഓക്കെ, ബായ്. അപ്പോൾ നമ്മൾ സൂര്യൻ്റെ നാട്ടിലാണുള്ളത്. അടുത്ത സൂര്യനെ കൂട്ടിയിട്ട് ഇന്നൊരു വർക്ക് ഉണ്ട് നമുക്ക് പാനൂർ ഡ്രസ്സിൻ്റെ ഷോപ്പിൽ. അവിടെ എല്ലാം പകുതി വില കൊടുക്കുന്നതാണ്. അപ്പോൾ സൂര്യനെ വെയിറ്റ് ചെയ്തിട്ടാണുള്ളത്. വരുന്നുണ്ട്, നല്ല മഴക്കാറുണ്ട് കേട്ടോ പുറത്ത്. ചങ്ങായി വരുന്നുണ്ട്, ഇதை കാണിച്ചു തരാം. ഓക്കെ, ഹലോ, ഡെയിലി വ്ളോഗ് സ്റ്റാർട്ടഡ്. അപ്പൊ ഒരു സങ്കട വാർത്ത ഉണ്ട്. സൂര്യ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് എൻ്റെ കൂടെ. വീഡിയോയില് അധികം ഉണ്ടാവൂല, അധികം നല്ല ഉണ്ടാവാ ചാൻസ് ഉണ്ടാ. സൂര്യ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, പിന്നെ എനക്കൊരു സാഡ് ന്യൂസും ആണ്. സൂര്യന് ഇത് ലാസ്റ്റ് ഡേ ആണല്ലേ സൂര്യ? ഇന്നത്തോടു കൂടി ഇന്ന് ലാസ്റ്റ് ഒരു വീഡിയോ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സൂര്യ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ സൂര്യ എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്നുള്ളത് സൂര്യനെ പറഞ്ഞു തരും അല്ലേ സൂര്യ? ഞാൻ പറഞ്ഞു. ഹലോ ഗായ്സ്, അത് വന്ന് എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ജോലിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ അധികമൊന്നും ഉണ്ടാവില്ല. നാട്ടിൽ വരുമ്പോൾ എല്ലാം ഫ്രീ ആണെങ്കിൽ ഞാൻ എന്തായാലും ഉണ്ടാവും. ഞാൻ ഇതുമായിട്ടൊന്ന് എന്താ പറയുക, നല്ല രീതിയിൽ വന്നതാ. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ജോലിൻ്റെ വന്നത്. അപ്പോൾ ബൈ ഗായ്സ്, നമുക്ക് ഇങ്ങനെല്ലാം കാണാം. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് സൂര്യ തുറന്നോളൂ. എന്താണ് വണ്ടി സൈഡാക്കാം നമുക്ക്. ട്രാഫിക്കില് വണ്ടി സൈഡാക്കണം, പിന്നെ അത് മാത്രമല്ല സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, അത് രണ്ടും നമ്മൾ ചെയ്തിരിക്കണം. എന്നിട്ട് നമ്മളെ നാട്ടും പറയാണ്ടാണ് ഗായ്സ് സീറ്റ് ബെൽറ്റ് ഇടാത്ത. ഇപ്പം കേറിയതല്ലേ ഉള്ളൂ, സേഫ് ഡ്രൈവ് ആയിക്കണം. അപ്പോൾ സൂര്യ ഒന്ന് പറയാ, എന്താണ് ഇത്ര നാളും എൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇത്ര നാൾ എത്രത്തോളം വീഡിയോ ചെയ്തിട്ടുണ്ടാവും? ഒരു 10-40 വീഡിയോ എന്നോട് ചെയ്തിട്ടുണ്ടാവില്ലേ? ഒത്തിരി വീഡിയോ ചെയ്തേന് ഗൈസ്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര കംഫർട്ടാണ് ഇവരുടെ വീഡിയോ എടുക്കാൻ. നല്ല എന്താ പറയാ, ഒരേട്ടനെ പോലെ നമ്മളെ കെയർ ചെയ്യും, നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് തരും. ഫുഡ് കഴിക്കുമ്പോൾ പോലും നമ്മളെ ഇഷ്ടം എന്നാന്ന് ചോദിച്ചിട്ടാണ് ഓറും കഴിക്കുക. ഓറെ ഇഷ്ടം അങ്ങനെ ഓർ നോക്കൂല, നിങ്ങൾക്ക് എന്നാ വേണ്ടേ എന്നാ അത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര കംഫർട്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഞാൻ അതെല്ലാം മിസ് ചെയ്യും. പിന്നെ കണ്ണനാ നമ്മളെ കണ്ണന്മാരെ മിസ് ചെയ്യും. കാലം ഗൈസ് കുറച്ചൊരു സങ്കടമുള്ള കാര്യമാണ്. അതാണ് ഗൈസ്. കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിക്കുന്നത്. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ കണ്ടിന്യൂ കഴിഞ്ഞ് പിന്നെ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതെല്ലാം ഇട്ടിട്ടാണ് പോകുന്നത്. നല്ലൊരു ഫ്യൂച്ചർ എനിക്ക് എന്തായാലും ഇതിലുണ്ടായിരുന്നു. സിംഗിൾ ആയിട്ട് ഇപ്പം വീഡിയോസ് എല്ലാം കിട്ടി തുടങ്ങിയില്ല ശരിക്കും എനിക്ക് പ്രൊമോഷൻസ് എല്ലാം. അപ്പൊ അതെല്ലാം ഇട്ടിട്ടാണ് നമ്മള് പോകുന്നത്. അപ്പൊ അത് സാരല്ല, വേറെ ഫ്യൂച്ചർ എനിക്ക് ഉണ്ടാവും. ഇതൊന്നും അല്ലല്ലോ. പക്ഷെ ഇതിൽ ഹാപ്പി ആയിരിക്കും നമ്മളെപ്പോഴും. എന്നെ കൊണ്ട് ആകുന്ന പോലെ ഗൈസ് ഞാൻ ഇതും കണ്ടിന്യൂ ചെയ്യും. അപ്പോ ഈ വേറെ ചാനൽ കാണുന്ന പോലെ എന്നെ ഒന്ന് ദയവായി സപ്പോർട്ട് ചെയ്യണം. പ്രൊമോഷൻ. അപ്പൊ എന്തായാലും നല്ലൊരു ജോലി കിട്ടട്ടെ, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ. ഇനി നമുക്ക് നമ്മളെ സ്ഥലത്ത് തിരികെ കാണാം. ഓക്കെ, സെറ്റ്. അപ്പം ഗൈസ്, ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നന്ദോട്ടനെ കൊണ്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അറിയുന്ന ആൾക്കാർ മീൻസ് വീഡിയോ കണ്ടിട്ട് അറിയുന്ന ആൾക്കാരും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഭയങ്കര ചാട ഭയങ്കര ഞാൻ
സത്യം പറയാലോ, ഞാൻ ഇവരുടെ വീഡിയോ പോലും കാണാൻ പിന്നെ ഞാൻ കണ്ടു തുടങ്ങിയത്. നമ്മള് മീറ്റ് ചെയ്തത് എന്താ എങ്ങനെയാന്നുള്ള റിവീല് നമ്മള് മീറ്റ് ചെയ്തത് ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട്. ഞാൻ മൈക്കും കൊണ്ട് ഇങ്ങനെ വരുന്ന അന്നാ പറയാ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. ഞാൻ മൈക്കും കൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചോദിക്കാം ഒരു വീഡിയോയിൽ വെക്കുവോ, അപ്പൊ ഇവിടെ വിളയിച്ചു നിക്കാൻ തന്നെ. അപ്പം പിന്നെ നിന്ന് അപ്പൊ ഇങ്ങക്ക് ഇത് കാണാൻ പറ്റുന്ന ഇത് ഉണ്ടെങ്കിൽ ഈനാണ് പറയുന്നത് അല്പം എന്തോ കിട്ടിക്കഴിഞ്ഞാൽ അർദ്ധരാത്രി കുടം പിടിക്കുന്നുണ്ട്. ഇവിടെ നമ്മളെ സിറ്റിയായത് ഇവൻ വലിയ ആളാണ് ഗൈസ്. ഇവന് കൊട പിടിച്ചോട് എന്റെ ഈ കുഞ്ഞിക്കൈ കൊണ്ട് ഇവനും കൂടെ എത്തുന്ന പോലുമില്ല ഗൈസ്. ഇത് ഉണ്ടെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് അങ്ങനെ കാണുന്ന പോലും അങ്ങനെ ഞങ്ങൾ പാനൂരെത്തേക്കുണ്ട്. ഈന പറയുന്നത് അല്പം എന്തോ കിട്ടിക്കഴിഞ്ഞാൽ അർദ്ധരാത്രി കുട പിടിക്കുന്നു. കണ്ടാ ചതിയനാണ് ഗൈസ്. ഇവൻ കൊട പിടിക്കുന്നില്ല. ഈ കുഞ്ഞിക്കൈ കൊണ്ട് എനിക്ക് ഇവനും കൂടെ ചൂടാൻ എത്തുന്നില്ല. കുഞ്ഞിക്കൈ 5 ആളെ ചോറ് വെളുത്തുന്നു. അവളെല്ലായിട്ട് മുതലാക്കുകയാണ് ഗൈസ്. ഏതാ ഇഷ്ടപ്പെട്ടെ? ബ്ലാക്കാ പിടുത്തം ഓഫറാട്ടോ. എല്ലാത്തിനും പകുതി പൈസ ഇവിടെ. ഓക്കെ കണ്ണൻ ഇവിടെ ഒളിഞ്ഞൊളിഞ്ഞ് കളിക്കാണ് ഗൈസ്. കണ്ണൻ യൂട്യൂബ് ചാനലിൽ വരുന്നില്ല. കണ്ണൻ എന്റെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് കണ്ണൻ ഇൻട്രസ്റ്റ് ഇല്ലാന്നാ പറഞ്ഞേ. പാനൂർ എന്റെ പവർ കണ്ട് ഞെട്ടിക്കുണ്ടാവില്ലേ? എന്നാ വിശക്കണോ? ഞങ്ങൾ നേരെ പോവാൻ നേരത്തേക്കാ കല്യാണ പന്തൽ. പാനൂരുകാർക്ക് അറിയാൻ പറ്റും ഇതാ സ്ഥലം എന്നുള്ള. ഇവിടുത്തെ സാധാ ചോറ് അടിപൊളിയായിരുന്നു എനിക്ക്. അതുകൊണ്ട് നമ്മൾ ഇവിടത്തേക്ക് വരുന്നത്. പാനൂരുള്ള കല്യാണ പന്തലിലേക്കാണ് അടുത്ത യാത്ര. ഇതാ വയറ്റ് കൊക്കോ പുഴുവായിട്ട് സൂര്യ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷെ സൂര്യക്ക് അവസാനമായിട്ട് ഞാൻ ഇന്ന് ഭക്ഷണമായി കൊടുക്കുകയാണ്. അതല്ല സൂര്യ ഇനി വീഡിയോയിൽ ഉണ്ടാവില്ല. കണ്ണ മുന്നിൽ ഓടിക്കാഞ്ഞ്. ഓക്കെ എന്നാല് ശരി. ഞാൻ വന്നോണ്ട് ഇവരെല്ലാം എന്നെ കാണാൻ വന്ന. ഇഷ്ടപ്പെടുക. അങ്ങനെ ഭക്ഷണം കഴിച്ച ആൾ ഇറങ്ങി പാനൂരിന്ന് വർക്ക് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നല്ലേ. ഞാൻ കൊണ്ടാക്കി തരണ്ടേ? അപ്പം കണ്ടെങ്കിൽ ഇതാ ഇത് ഭക്ഷണം കഴിച്ചിക്കാൾ അപ്പോഴത്തേക്ക് അവൾ അടുത്ത പരിപാടിയിലേക്ക് കടന്നതാ. റംബൂട്ടാൻ ഏടെ കണ്ടിട്ടുണ്ടെങ്കിൽ അന്നേരം അവള് വായിത്തുന്നു. നല്ല നാടൻ റംബൂട്ടാൻ അല്ലേ? എത്ര കിലോന്? 350 320 ഉള്ളൂ. ബാക്കി 60 കൂട്ടിയിട്ടല്ലേ? അപ്പൊ എത്ര എന്നാലും മതിയാവില്ല അവക്ക്. അപ്പോൾ ഞങ്ങളെ ഫുഡ് എല്ലാം അടിച്ചു കഴിഞ്ഞ് അപ്പം എന്നാല് ബായ്. അപ്പോൾ സൂര്യൻ ഇവിടെ ഇറക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പം സൂര്യ ഇന്നത്തോടു കൂടി വൈൻഡ് അപ്പ് അവർ യൂട്യൂബ് ചാനൽ അല്ലേ സൂര്യ? ഇല്ലേ, ഞാൻ അപ്പം ശരി എന്നാല് ബായ്.